ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമോഹനെ കണ്ട് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് മീനാക്ഷി. അവിടേക്ക് വന്ന പ്രസന്നയോട് ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ചേച്ചി സുഖമല്ലേ? തുളസി പറയുകയാണ്, നീ ചന്ദ്രമോഹൻ സാറിന് ഒരു ചായ എടുക്ക്. ദേഷ്യത്തോടു കൂടി പ്രസന്ന പറയുന്നു, സാറ് നല്ല ആളാ, അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചില്ലേ? ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ചേച്ചി വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലായിരുന്നു, ഇനി അതൊക്കെ എന്തിനാ പിന്നെ പറയുന്നത്? പ്രസന്ന പറയുന്നു, ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് സാറും ഒന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ചന്ദ്രമോഹൻ പറയുന്നു, നിങ്ങൾ മാത്രമല്ല ഞാനും വിഷമിച്ചു. മേനോൻ സാറിന്റെ വിഷമങ്ങള് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. തുളസി പറയുന്നു, നീ പോയി ചായ എടുക്ക്. മീനാക്ഷി ഭയത്തോടുകൂടി റൂമിലേക്ക് വന്ന് കുഞ്ഞിനെ എടുത്ത് ചേർത്ത് പിടിക്കുകയാണ്. തുടർന്ന് തുളസി ചോദിക്കുന്നു, അപ്പോ എങ്ങനെയാ സാറേ കുഞ്ഞിന്റെ കാര്യം? ഇന്ന് തന്നെ കൊണ്ടുപോകുകയല്ലേ? ചന്ദ്രമോഹൻ പറയുന്നു, മീനാക്ഷി എന്ന് വിളിച്ച് ഞാൻ കുറെ ആയില്ലേ കുഞ്ഞിനെയും മീനാക്ഷിയും കണ്ടിട്ട്. തുളസി പറയുന്നു, മോളെ മീനു, പ്രസന്നെ മീനാക്ഷിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഇത് കേട്ട് പ്രസന്നെ അകത്തേക്ക് പോകുമ്പോൾ തുളസി പറയുന്നു, സാറേ ഞങ്ങൾ എന്തോരം സഹിച്ചു എന്നറിയാമോ? ആദ്യം ഇവിടെ ഉള്ളവരോടൊക്കെ ഞാൻ കള്ളമാ പറഞ്ഞത്, മീനാക്ഷിയുടെ ഭർത്താവ് ഗൾഫിലാണെന്നൊക്കെ. പക്ഷേ മീനു കള്ളം പറയാൻ സമ്മതിച്ചില്ല. അവൾ ഉള്ള സത്യമല്ല എല്ലാവരോടും പറഞ്ഞു, സരോഗസി ആണെന്നൊക്കെ. ഇവിടെ ഉള്ളവരെ അങ്ങനെയുള്ള സംഗതി ഒന്നും കേട്ടിട്ടില്ല സാറേ. പലരും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ആരാണ്ട് ചതിച്ചതാണെന്നാ അവരുടെ അടക്കം പറിച്ചത്. ചന്ദ്രമോഹൻ പറയുന്നു, എന്തിനാ കള്ളം പറഞ്ഞത്? സത്യം പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഉടനെ എങ്ങാനും കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നിരുന്നേൽ അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? തുളസി പറയുന്നു, കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ അവർക്കെല്ലാം വിശ്വാസമാകുമല്ലോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ അതൊക്കെ കടന്നുപോയി. കുഞ്ഞുമായി മീനാക്ഷി അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടുകൂടി അരികിലേക്ക് ചെന്ന ചന്ദ്രമോഹൻ ചോദിക്കുന്നു, മീനാക്ഷിക്ക് സുഖമല്ലേ? ആകെ വാടിയിരിക്കുന്നല്ലോ, എന്തു പറ്റി? മീനാക്ഷി പറയുന്നു, ഒന്നുമില്ല, സാർ ഇങ്ങോട്ട് വരുന്നു കേട്ടപ്പോൾ മുതല് ചങ്ക് പൊട്ടുന്നത് പോലെ. ചന്ദ്രമോഹൻ പറയുന്നു, സോറി മീനാക്ഷി, ഞാൻ ഇതുവരെ വരാതിരുന്നതിന്റെ കാരണമൊക്കെ അറിയാലോ. ഈ കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇവിടെ വളർത്തേണ്ടിയിരുന്ന ആള് പോയി, എല്ലാം എനിക്ക് അറിയാൻ സാറിന് മീനാക്ഷി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, മേനോൻ സാറ് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും ഭാര്യയുടെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. മീനാക്ഷി ചോദിക്കുന്നു, മേനോൻ സാറിന് ഇപ്പം എങ്ങനെയുണ്ട്? ചന്ദ്രമോഹൻ പറയുകയാണ്, 2-2.5 മാസം ഐസിയുലായിരുന്നു, ഇപ്പൊ വീട്ടിലുണ്ട്. വീടെന്ന് പറഞ്ഞാൽ കോലാലംപൂരിലെ വീട്ടില്. നടക്കാനൊന്നും പറ്റില്ല, വീൽ ചെയറില. ആക്സിഡന്റിൽ കാല് രണ്ടും തകർന്നു പോയി. പലതവണ ഓപ്പറേഷൻ നടത്തി, നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് കാലിന്റെ രൂപത്തിലാക്കി വെച്ചിരിക്കുക. ഇനി സർജറികൾ വേണ്ടിവരും. മീനു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മോളെ കൊണ്ടുപോയാൽ ആര് നോക്കും? ചന്ദ്രമോഹൻ പറയുന്നു, അത് പറയാനും കൂടിയിട്ടാ ഞാൻ വന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. പക്ഷേ മീനാക്ഷിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒഴിഞ്ഞു മാറാനും നിവൃത്തിയില്ല. മേനോൻ സാറിന്റെ റിലേറ്റീവ്സുമായിട്ട് ഞാൻ ഇതേപറ്റി ആലോചിച്ചു. തുളസി ചോദിക്കുന്നു, അവരെന്നാ പറഞ്ഞു? അവരാരെങ്കിലും കൊച്ചിനെ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചോ? ചന്ദ്രമോഹൻ പറയുന്നു, അവര് പറയുന്നത് കുഞ്ഞിനെ ഏറ്റെടുത്ത് ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിൽ ഏൽപ്പിക്കാമെന്നാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി കുഞ്ഞിനെ നോക്കുകയാണ് തുളസിയും പ്രസന്നയും മീനാക്ഷിയും. മീനാക്ഷി പറയുന്നു, അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ചന്ദ്രമോഹൻ പറയുന്നു, എന്ന് വെച്ചാൽ അനാഥ കുഞ്ഞായിട്ട് ഉപേക്ഷിക്കുന്നു എന്നല്ല, ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കുഞ്ഞായിട്ട് മോൾ അവിടെ വളരും. മോൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും. മേനോൻ സാറിന് പൂർണ്ണ സുഖമായതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കുഞ്ഞിന്റെ പേരിൽ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. തുളസി പറയുന്നു, അതൊരു ശരിയാ, കാശ് കൊടുത്താൽ അനാഥാലയംകാര് നല്ലപോലെ നോക്കിക്കോളും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കൂട്ടിക്കൊണ്ടു പോന്നാ മതിയല്ലോ. മീനാക്ഷി ചോദിക്കുന്നു, മേനോൻ സാർ ഇതിന് സമ്മതിച്ചോ? ചന്ദ്രമോഹൻ പറയുന്നു, ഇതിനെപ്പറ്റി ആലോചിക്കാനും തീരുമാനമെടുക്കാനും പറ്റുന്ന അവസ്ഥയിലല്ല അദ്ദേഹം. തുളസി പറയുന്നു, അങ്ങേരുടെ സ്വന്തക്കാരുണ്ടല്ലോ, അവരല്ലേ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അനാഥാലയത്തിൽ ചേർക്കാമെന്ന്. പിന്നെന്താ പ്രശ്നം? അത് വേണ്ട ചാന്ന മീനാക്ഷി പറയുമ്പോൾ തുളസി ചോദിക്കുകയാണ്, വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മീനാക്ഷി പറയുന്നു, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. എന്റെ മോൾ അനാഥയല്ല, അവൾക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അവളുടെ കാര്യത്തിൽ സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരും ഒന്നും തീരുമാനം എടുക്കണ്ട. തുളസി ചോദിക്കുന്നു, നീ എന്താ മീനു ഈ പറയുന്നത്? ഈ കുഞ്ഞിനെ കൊണ്ട് നടന്നാ മതിയോ നിനക്ക്? മീനു പറയുന്നു, എന്റെ മോളെ അനാഥാലയത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുകിൽ ഇവളെ ഇവളുടെ അച്ഛൻ വളർത്തും, അല്ലെങ്കിൽ ഇവളുടെ അമ്മ വളർത്തും. വേറെ ആരും വളർത്തണ്ട, സമ്മതിക്കില്ല ഞാൻ. അങ്ങനെ കുഞ്ഞുമായി മീനാക്ഷി അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് പ്രസന്ന. തുളസിയും ചന്ദ്രമോഹനും ടെൻഷനോടുകൂടി നിൽക്കുന്നു. ഈ സമയം അവിടേക്ക് വന്ന ഫിലോമിന പറയുകയാണ്, കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ടെന്ന് കേട്ടു, അതിനെ ഒന്നുകൂടി കാണാൻ ഒരു കൊതി. ഇങ്ങേരാണോ ആള്? ചന്ദ്രമോഹൻ പറയുന്നു, അതെ, പക്ഷെ ഞാൻ കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോകുന്നില്ല. ഫിലോമിന ചോദിക്കുന്നു, പിന്നെ എന്തോത്തിനാ വന്നത്? കൊച്ചിനെ കാണാനാ? അതേന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ ഫിലോമിന പറയുകയാണ്, അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടത് ശരി തന്നെയാ, കുഞ്ഞിന്റെ അച്ഛനാണല്ലേ. ഇങ്ങേരുടെ പെണ്ണുമ്പിളയ്ക്കാണോ പ്രസവിക്കാനുള്ള പ്രായം കവിഞ്ഞു പോയെന്ന് പറഞ്ഞത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചന്ദ്രമോഹൻ പറയുന്നു, കുഞ്ഞിന്റെ അച്ഛൻ വേറൊരാളാ, എന്റെ ഒരു ബന്ധുവാ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. ഫിലോമിന പറയുന്നു, ഓ, പ്രത്യേകിച്ച് എന്നതാ ഇനി അന്വേഷിക്കാനിരിക്കുന്നത്? മീനാക്ഷിയും കുഞ്ഞിനെ കണ്ടായിരുന്നു എന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ ഫിലോമിന പറയുകയാണ്, രണ്ടുപേരും നല്ല മിടുക്കരായിട്ടല്ലേ ഇരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞാലും ഈ തുളസീധരൻ ചേട്ടനും പ്രസന്നയും നേരും നെറിയുള്ളവരാ. കൊച്ചി ഇവരുടെ അല്ലെങ്കിലും കൊച്ചിനെ ഇവരെ നന്നായിട്ട് തന്നെയാ നോക്കുന്നത്. ചുമ്മാ കാണാൻ വന്നതാണോ അതോ കാശിന്റെ വല്ല ഏർപ്പാടും തീർക്കാനാണോ? എങ്കിൽ പിന്നെ ഞാൻ ഇടപെടുന്നില്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്ക്. പ്രസന്ന ഇല്ലേ അകത്ത്? പ്രസന്നെ. അങ്ങനെ ഫിലോമിനെ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് തുളസി പറയുന്നു, ഫിലോമിനെ ഒരു കാര്യം ചെയ്യും, പോയിട്ട് നാളെ വാ, നമുക്ക് വിശദമായി സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ ഒരു കുടുംബകാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഫിലോമിന പറയുന്നു, ഓ ആയിക്കോട്ടെ, ഞാൻ അങ്ങ് പോയേക്കാം. ശരി അപ്പോൾ. അങ്ങനെ അവിടെ വന്ന് പോകുന്ന ഫിലോമിന പറയുകയാണ്, ഓ പിന്നെ കുടുംബകാര്യം, ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണോ ഇവിടെ നടക്കുന്നത്? തുടർന്ന് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് റൂമിലിരിക്കുകയാണ് മീനാക്ഷി.
തൊട്ടരികിൽ പ്രസന്നയുമുണ്ട്. അവിടേക്ക് വന്ന തുളസി പറയുന്നു, മീനു, ഈ കൊച്ചിനെ അയാൾ കൊണ്ടുപോട്ടെ, നമ്മുടെ തലയിൽ നിന്നും ഒഴുങ്ങി പൊയ്ക്കോളുമല്ലോ. നമുക്ക് ചന്ദ്രമോഹൻ സാറുമായിട്ട് ഇടപാട്, നമുക്ക് എന്ത് കാര്യം ഇത് ചുമന്നോണ്ട് നടക്കാൻ. മീനു പറയുന്നു, അച്ഛൻ ചുമക്കണ്ട, ഞാനല്ലേ ചുമക്കുന്നത്. എന്ത് കാര്യത്തിനെന്ന് തുളസി ചോദിക്കുമ്പോൾ മീനു പറയുകയാണ്, ഞാൻ പ്രസവിച്ച കുഞ്ഞാണിത്, എന്റെ ചോരയും നീരുമാ, ആരെങ്കിലും വളർത്താൻ ഏൽപ്പിച്ചതല്ല. തുളസി പറയുന്നു, അല്ലെന്ന് ആര് പറഞ്ഞു? 20 ലക്ഷം രൂപ എണ്ണി തന്നിട്ട് വളർത്താൻ ഏൽപ്പിച്ചിരിക്കുക, എന്താ സംശയം? അങ്ങനെ പൈസ തന്ന് ഏൽപ്പിച്ചവര് പറയുന്നതനുസരിച്ച് അവർക്ക് കൊച്ചിനെ വിട്ടുകൊടുക്കണം. മീനു പറയുന്നു, അച്ഛൻ വെറുതെ എന്നോട് തർക്കിക്കേണ്ട, അച്ഛൻ തോറ്റുപോകും, ഞാൻ തീരെ പൊട്ടിയൊന്നുമല്ല, എനിക്കും കാര്യങ്ങൾ മനസ്സിലാകും. തുളസി ചോദിക്കുന്നു, നിനക്ക് എന്ത് മനസ്സിലായി? മീനു പറയുകയാണ്, മേനോൻ സാറിന്റെ മനസ്സ് ശരിയായിട്ടില്ല, ദേഹവും ശരിയായിട്ടില്ല, ഒരു കുഞ്ഞിനെ വേണ്ടതുപോലെ നോക്കാനുള്ള പ്രാപ്തി ആയിട്ടില്ല അദ്ദേഹത്തിന്. തുളസി പറയുന്നു, അതൊന്നും നമ്മൾ അറിയണ്ട, അവര് വല്ല അനാഥാലയത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി വളർത്തട്ടെ. മീനു പറയുന്നു, അങ്ങനെ വല്ലവർക്കും കൊടുക്കാൻ ഇവിടെ കുഞ്ഞില്ല, എന്റെ മോളെ കൊടുക്കില്ല, അച്ഛന്റെ കസ്റ്റഡിയിൽ വേറെ വല്ല കുഞ്ഞുണ്ടെങ്കിൽ എടുത്തു കൊടുത്തേക്ക്. പ്രസന്ന പറയുന്നു, മോളെ അവര് കൊണ്ടുപോയി നല്ലതുപോലെ വളർത്തിക്കോളും. മീനു ചോദിക്കുന്നു, എന്താ ഉറപ്പ്? പറഞ്ഞത് കേട്ടില്ലായിരുന്നോ, അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയി കൊടുത്തേക്കാമെന്ന്. എന്റെ മോളെ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്കിവിടെ വെള്ളം ഉറങ്ങുമോ, ആഹാരം കഴിക്കാൻ പറ്റുമോ, ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? പ്രസന്ന പറയുന്നു, ഈ കുഞ്ഞിനെ അവര് കൊണ്ടുപോയി എങ്ങനെയാ വളർത്തുന്നതെന്ന് നിനക്ക് എല്ലാ കാലത്തും നോക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഈ കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. മീനു പറയുന്നു, അമ്മേ, എന്റെ കുഞ്ഞിനെ നല്ലതുപോലെ വളർത്തുമെന്ന് എനിക്ക് വിശ്വാസമുള്ള 2 പേരേ ഉള്ളൂ ഈ ലോകത്ത്. അതിൽ ഒന്നാമത്തെ ആള് ഞാനാ, ഞാൻ ഇവളുടെ അമ്മയാ, ഇനി ഒരാള് ഇവളുടെ അച്ഛനാ. മേനോൻ സാറ്, ഞങ്ങളിൽ ഒരാളില്ലാതെ മൂന്നാമതൊരാളുടെ കയ്യിലോട്ട് എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല, അതേപറ്റി ആരും സംസാരിക്കണ്ട. പ്രസന്ന പറയുന്നു, മോളെ, നിന്റെ ജീവിതം ഭാവിയിലോട്ട്. മീനു പറയുകയാണ്, എന്റെ ജീവിതം തുടങ്ങി പൊക്കിയോട്ടെ, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അതങ്ങ് സഹിച്ചോളാം. അവിടേക്ക് വന്ന ചന്ദ്രമോഹൻ പറയുന്നു, കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്നതിന്റെ വെല്ലുവിളികൾ ഓർത്തിട്ടാ ഞാൻ ഓർഫനേജിന്റെ കാര്യം പറഞ്ഞത്. മീനു പറയുന്നു, എന്റെ ജീവിതത്തിന് ഒരു വെല്ലുവിളി ഇല്ല സാറേ, ഞാൻ ആരോടും ഒന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം എനിക്ക് എങ്ങനെയാ മോൾ ഉണ്ടായതെന്ന്. തുളസി പറയുന്നു, അതറിഞ്ഞാ മതിയോ, വിശ്വസിക്കണ്ടേ? നിന്റെ പൊട്ടാക്കഥ സരോഗസി ഈ അയൽപക്കത്ത് ഒരാളെങ്കിലും വിശ്വസിച്ചോ? മീനു പറയുന്നു, അത് എന്റെ കുറ്റമല്ല, ഞാൻ അവരോട് സത്യം പറഞ്ഞു, അത് വിശ്വസിക്കാൻ പറ്റാത്തത് അവരുടെ പോരായ്മ. തുളസി പറയുന്നു, എന്റെ പൊന്ന് സാറേ, ഞാൻ വിചാരിച്ചത് നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന, ഇപ്പൊ മനസ്സിലായി, ഇവള് തന്നെയാ. ചന്ദ്രമോഹൻ പറയുന്നു, ഇതിപ്പോൾ ഞാനാണല്ലോ ധർമ്മസങ്കടത്തിലായത്. മീനു പറയുന്നു, ഒരു സങ്കടവും വേണ്ട, സാറ് പോയി മേനോൻ സാറിനെ കൂട്ടിക്കൊണ്ടുവാ, ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തന്നേക്കാം. അദ്ദേഹത്തിന്റെ കയ്യിലോട്ടല്ലാതെ അനാഥാലയം, സ്പോൺസർ, ആയ, ബേബി കെയർ ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ എന്റെ കുഞ്ഞിനെ വിട്ടുതരില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചന്ദ്രമോഹൻ അവിടെ ഒന്ന് പോവുകയാണ്. പിന്നാലെ തുളസിയും പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് സീതമ്മയെന്ന് വിളിച്ച് ഗോവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ് ഫിലോമിന. ഗോവിന്ദൻ ചോദിക്കുന്നു, എന്താ ഫിലോമിനെ, നാട്ടിൽ എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ടായോ? ഫിലോമിന പറയുന്നു, കളിയാക്കാതെ ആശാനെ, ഞാൻ അങ്ങനെ എല്ലാ വീട്ടിലെ വിശേഷങ്ങൾ പുറത്ത് പറയുന്നവളല്ല. സീതമ്മ എന്തിയെ? അവിടേക്ക് വന്ന സീത പറയുന്നു, ഞാൻ ഇത്തിരി ജോലിയിലായിരുന്നു, കേറി വാ. ഫിലോമിന പറയുന്നു, അതെ, ആ തുളസീധരൻ നായരുടെ വീട്ടിലെ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുക. സീത ചോദിക്കുന്നു, കലാപമോ അതോ വഴക്കോ? ആര് തമ്മില? ഫിലോമിന പറയുന്നു, മീനാക്ഷിയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആള് വരുമെന്ന് പറഞ്ഞില്ലേ, വന്നു, അയാളും തുളസീധരൻ നായരും തമ്മിലെ ഇപ്പൊ മുട്ടം വഴക്കാം. സീത ചോദിക്കുന്നു, അതെന്താ, കുഞ്ഞിനെ കൊടുക്കാൻ മീനാക്ഷിക്ക് മടിയാണോ? ഫിലോമിന പറയുന്നു, കാരണം എന്താണെന്ന് അറിയാൻ മേല, പക്ഷെ എന്തോ പറഞ്ഞ ഉടക്ക് വീണു, അത് സത്യമാ. ഗോവിന്ദൻ പറയുന്നു, ആൾക്കാർ തമ്മിൽ ചിലപ്പോൾ തർക്കവും വാക്കേറ്റവും ഒക്കെ ഉണ്ടായെന്ന് വരും, ഒരാളുടെ വാദം മറ്റേയാൾ അംഗീകരിക്കണമെന്നില്ലല്ലോ, സ്വന്തം ഭാഗത്ത് ന്യായമെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്, അത് സ്ഥാപിച്ചെടുക്കാൻ ചിലർ ഉച്ചത്തിൽ വർത്തമാനം പറയും, തർക്കിക്കും, എന്തായാലും ഒടുവിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാകും. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാ? ഫിലോമിന ചോദിക്കുന്നു, ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യങ്ങളാണോ? കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത സംഗതിയല്ലേ, അതുകൊണ്ട് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാനും പറ്റുകയില്ല. സീത ചോദിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യാനാ ഫിലോമിനെ, അവരുടെ കുടുംബകാര്യമല്ലേ, മറ്റുള്ളവർ ഇടപെടുന്നത് ശരിയല്ലല്ലോ. ഫിലോമിന പറയുന്നു, പക്ഷെ ആ വന്നിരിക്കുന്ന ആള് വരുത്തനല്ലേ, അങ്ങനെ ഒരാള് നമ്മുടെ നാട്ടിൽ വന്ന കലഹം ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇനി അയാൾ തന്നെ ആയിരിക്കോ കൊച്ചിന്റെ തന്ത, അതും അറിയാൻ മേലല്ലോ. സീത ചോദിക്കുന്നു, എങ്കിൽ അങ്ങേരെന്തിനാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നത്? ഫിലോമിന പറയുകയാണ്, ചിലപ്പോ അയാൾ വന്നത് കൊച്ചിനെ ഏറ്റെടുക്കാൻ മനസ്സിലെന്ന് പറയാനാണോ? ഗോവിന്ദൻ പറയുന്നു, എങ്കിൽ അയാൾക്ക് വരാതിരുന്നാ പോരെ, അത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണോ? ഫിലോമിന പറയുന്നു, അത് ശരിയാ, പക്ഷേ എന്തോ വാക്കുതർക്കം നടക്കുന്നുണ്ട്, ചിലപ്പം കാശിന്റെ കാര്യത്തിനായിരിക്കും, അതിനാ കൂടുതൽ സാധ്യത. ഞാനേ ആ സരോജിനിയുടെ വീട് വരെ ഒന്ന് ചെല്ലട്ടെ. ശരിയപ്പോൾ അങ്ങനെ ഫിലോമിന അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തുളസി പറയുന്നു, ഇനി എന്തോന്ന് പരിഹാരം, അവള് പറഞ്ഞത് കിട്ടില്ലേ? ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരമ്മയ്ക്ക് അതിന്റെ കുഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരും, പെറ്റ തള്ളയും തന്തയും കൂടെപ്പിറപ്പും ബന്ധുക്കളും അഭിമാനവും അന്തസ്സും എല്ലാം അതിന് വെളിയില. തുളസി പറയുന്നു, നിങ്ങളാണ് വാക്ക് തെറ്റിച്ചത്, ആ ഒരൊറ്റ കാരണം കൊണ്ടാ എന്റെ മോള് വെല്ലവന്റെയും കൊച്ചിനെ വളർത്തി ജീവിക്കേണ്ടി വരുന്നത്. തുളസിയുടെ തോളിലേക്ക് കൈവച്ച് ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ, വെല്ലവന്റെയും കുഞ്ഞെന്നുള്ള വിചാരം ചേട്ടൻ മനസ്സിൽ നിന്നെടുത്ത് ദൂരെ കള, സ്വന്തം മകളുടെ കുഞ്ഞ്, കൊച്ചുമകൾ. ചേട്ടൻ മീനാക്ഷിയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായാലും ഇങ്ങനൊക്കെ തന്നെ ഇരിക്കും, അതിന്റെ നെറ്റിയില് ചേട്ടന്റെ ഫോട്ടോ പച്ച കുത്തിയിട്ടൊന്നും അല്ല ഈ ഭൂമിയിലോട്ട് വരുന്നത്. തുളസി പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്പേരുണ്ടാകത്തില്ലല്ലോ. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, എന്ത് ദുഷ്പേര് ചേട്ടാ, ഇപ്പൊ അയൽക്കാർക്കെല്ലാം മനസ്സിലായിട്ടില്ലേ, മീനാക്ഷി പറഞ്ഞതെല്ലാം
സത്യമാണെന്ന്. തുളസി ചോദിക്കുന്നു, അവൾ ഇങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്നാണോ സാറ് പറയുന്നത്? ചന്ദ്രമോഹൻ പറയുകയാണ്, കുഞ്ഞിന്റെ കാര്യത്തില് ഞാൻ വേണ്ടത് ചെയ്തോളാം. മേനോൻ സാർ എന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ. ഇപ്പൊ തന്നെ ഞാൻ വന്നത് കുഞ്ഞിനെ ഏറ്റെടുക്കാനല്ലേ? മീനാക്ഷി സമ്മതിക്കാത്തത് കൊണ്ടല്ലേ? തുളസി പറയുന്നു, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നതില് ഒരു ന്യായവും ഇല്ല. കാര്യം എന്താന്ന് വെച്ചാൽ വാക്ക് തെറ്റിച്ചത് ഞാനല്ല, നിങ്ങളാ. നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചന്ദ്രമോഹൻ കുറച്ച് പണം എടുത്ത് ടേബിളിലേക്ക് വെക്കുകയാണ്. തുളസി സംശയത്തോടു കൂടി ചന്ദ്രമോഹനെ നോക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, ഇപ്പൊ ഞാനൊരു 2 ലക്ഷം രൂപ അങ്ങോട്ട് തരുക. ഇത്രയും നാള് നിങ്ങൾ കുഞ്ഞിനെ നോക്കിയല്ലോ, വേറെയും കുറെ വിഷമങ്ങൾ ഉണ്ടായി. അതിന്റെയൊക്കെ പ്രായശ്ചിത്തമായിട്ട് കരുതിയാൽ മതി. അതുമാത്രമല്ല, മീനാക്ഷി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനിയും കുറച്ചു കാലം കഴിയും. മേനോൻ സാറ് നേരിട്ട് വന്ന് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ. കുഞ്ഞിന്റെയും മീനാക്ഷിയുടെയും എല്ലാ ചിലവുകളും ഞങ്ങൾ ഏറ്റു. ഇപ്പോ ഈ രൂപ എടുത്തു വെച്ചോളൂ. അവിടേക്ക് വന്ന മീനാക്ഷി ചോദിക്കുന്നു, ഈ പണം മേനോൻ സാർ തന്നയച്ചതാണോ? ചന്ദ്രമോഹൻ പറയുന്നു, അല്ല, അദ്ദേഹത്തിന് ഇതേപ്പറ്റി ചിന്തിക്കാനോ കണക്ക് കൂട്ടാനോ ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഏൽപ്പിച്ചതാണ്. മീനു പറയുന്നു, ഈ രൂപ ഞങ്ങൾക്ക് വേണ്ട സാറേ. മേനോൻ സാർ അറിയാത്ത ഒരു പൈസയും ഇവിടെ വേണ്ട. മേനോൻ സാറിന് ഒരിക്കലും എന്റെ മോളെ ഓർമ്മ വന്നില്ലെങ്കിലോ? അപ്പൊ ഇവിടെ എന്റെ മാത്രം മോളല്ലേ? അദ്ദേഹം ആക്സിഡന്റിൽ നിന്ന് സർവൈവ് ചെയ്തില്ലായിരുന്നെങ്കിലോ? അപ്പോഴും എന്റേത് മാത്രമല്ല എന്റെ മോള്. ചന്ദ്രമോഹൻ പറയുന്നു, അല്ല മീനാക്ഷി, അങ്ങനെയൊന്നും വേർതിരിച്ച് കാണണ്ട. മീനു പറയുന്നു, ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുന്നതിന് ആരോട് കണക്ക് പറയാൻ? എന്റെ കടമയല്ലേ അത്? അതിന് നിങ്ങൾ എന്തിനാ പൈസ തരുന്നത്? ചന്ദ്രമോഹൻ പറയുന്നു, മീനാക്ഷി, കുഞ്ഞിനും അതിനെ കാത്തു പരിപാലിക്കുന്ന അമ്മയ്ക്കും ഒരു കുറവ് ഉണ്ടാകരുതെന്നുള്ളത് മേനോൻ സാറിന്റെ ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ സന്തോഷം, സംതൃപ്തി, ഭക്ഷണം, മരുന്ന്, വസ്ത്രം, ഇതിനെല്ലാം വേണ്ടിയും എത്ര പണം ചെലവാക്കാനും അദ്ദേഹത്തിന് മടിയില്ല. മീനു പറയുന്നു, എന്റെ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇതുവരെ എത്ര ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞു. എത്ര നേരം വയറു നിറച്ചുണ്ടു. ഞങ്ങൾക്കൊരു ഉടുപ്പില്ലേ സാർ? ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കണക്ക് പറയാനും കാശ് വാങ്ങാനും തോന്നുമോ? വാങ്ങിച്ച പൈസ തന്നെ അധികമാ. ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് വാങ്ങിച്ചു പോയതാ. എന്തെങ്കിലും സാധിച്ചാൽ ഞങ്ങൾ വാങ്ങിച്ച പൈസയൊക്കെ ഞാൻ തിരിച്ചു തരും. മേനോൻ സാർ വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയാലും ശരി, ഞാൻ ആ കടം വീട്ടും. ഇത് കിട്ടി മീനാക്ഷിയെ നോക്കുകയാണ് തുളസി. ചന്ദ്രമോഹൻ വിഷമത്തോടുകൂടി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.